ഹലോ ഫ്രണ്ട്സ്, കൂമൻസ് പൊട്ടിപ്പാറയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വേറെ ലെവൽ സാധനം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നീട് ലേശം കുരുമുളക് പൊടി. കുരുമുളകിൻ്റെ എരിവ് നല്ലതാണ്, കുരുമുളക് പൊടിയും ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില എന്നിവയെല്ലാം കൂടി നല്ല അരച്ച് മിക്സ് ചെയ്തെടുത്താണ്. മിക്സിയിലിട്ട് നല്ല അടിച്ചെടുത്തതാണ്. അതും കൂടി നമ്മുടെ ഈ പൗഡറിലോട്ട് ആഡ് ചെയ്ത് നമ്മുടെ മീനിൽ നല്ലവണ്ണം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മീൻ പിടിക്കുന്നതും അതിനെ വെട്ടുന്ന വീഡിയോ ഒക്കെ കൂടെയും കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാം ആ വീഡിയോ പോയി കാണുക. ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും പോയി കാണുക. മസാല നല്ല മിക്സ് ചെയ്തതിന് ശേഷം മീനിൽ നല്ലോണം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. ആദ്യം നമ്മൾ നമ്മുടെ തിലാപ്പിയാണ് മസാല തേക്കുന്നത്. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രൂപത്തിലാണ് തേച്ച് പിടിക്കുക. അപ്പോൾ നമ്മുടെ ഹൈഡ്രോപോണിക്സ് ഫിഷ് പോണ്ടിൽ ഏകദേശം ഒരു 8 മാസം വളർച്ചെത്തിയ മീനാണ്. ഏകദേശം 1 കിലോൻ്റെ അടുത്ത് നമുക്ക് തൂക്കം കിട്ടിയിട്ടുണ്ട്. പെല്ലറ്റ് മാത്രമാണ് നമ്മൾ തീറ്റയായിട്ട് നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഹൈഡ്രോപോണിക്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ വാള മസാല തേച്ചതിന് ശേഷം എല്ലാ മീനും മസാല തേച്ചതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു വെറൈറ്റി രൂപത്തിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ അതും കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മൊത്തമായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, വരൂ പോകാം. അപ്പോൾ നമ്മൾ അടുപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തീ ആളിച്ച് ഗ്രില്ല് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 കല്ല് മതി, 2 മെഷീൻ കല്ല് ഇത് അതുപോലെ വെച്ചാൽ മതി. എന്നിട്ട് ശേഷം നമ്മൾ നടക്കുക. നല്ല വിറകിൻ്റെ ഉണങ്ങിയ വിറകിൻ്റെ മുട്ടകൾ വെച്ചിട്ടുണ്ട്. ശേഷം ഓലെടുത്ത് നമുക്ക് തീ കൊടുക്കാം. തീ നല്ല ഒന്നുകൊണ്ട് കത്തി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മീനിനെ വാഴയിലയിൽ പൊതിഞ്ഞ് അത് കോയിൽ പേപ്പർ കൊണ്ട് ചുറ്റിയെടുക്കാം. ഓക്കെ, തീ നല്ല പിടിച്ചിട്ടുണ്ട്. നല്ല കത്തി വരട്ടെ. ഒന്നുകൂടി ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ മീനിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, നമ്മളിതാ വാട്ടിയ വായൻ്റെ നമ്മൾ തീയിലിട്ട് നല്ലോണം വാട്ടിയെടുത്തതാണ്. ശേഷം ഒരു ഫോയിൽ പേപ്പറിൽ വെച്ച് വാഴയുടെ ഇല വെച്ച് അതിലിതാ നമ്മുടെ തിലാപ്പിയ നല്ല മസാല പിടിച്ചിട്ടുണ്ട്. കുറച്ച് മസാല നമുക്കതിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. വെറൈറ്റി ടേസ്റ്റാണ്. വാഴയുടെ ഇലയുടെ ആ ഒരു ഫ്ലേവർ കൊണ്ട് കറക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ നമുക്കിത് ഒരു കരിവേപ്പില കൂടാതെ നീളത്തിൽ അങ്ങോട്ട് വെച്ചെടുക്കാം. അതുകൊണ്ട് വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അങ്ങോട്ട് പൊതിഞ്ഞെടുക്കാം. ശേഷം നമുക്ക് നേരെ ഗ്രില്ല് ചെയ്യാം. ഓക്കെ, നല്ലവണ്ണം ഫോയിൽ പേപ്പറിലോട്ട് ചുറ്റിയെടുക്കുക. സൈഡിലൊരു ഗ്യാപ്പ് വരാത്ത രൂപത്തിൽ. ഗ്യാപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടാകുമ്പോൾ നമ്മുടെ മസാല സൈഡിലൂടെ ഒലിച്ചിറങ്ങും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ ശരിക്ക്
ഒന്നോ രണ്ടോ ഫോയിൽ പേപ്പർ വെച്ചുകൊണ്ട് നല്ലവണ്ണം കൊണ്ട് ചുറ്റിയെടുക്കുക. അടുത്തതും അതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ 3 പീസ് നമ്മൾ ഒരു ടൈമിൽ ഗ്രില്ല് ചെയ്തെടുക്കും. അപ്പോൾ 3 പീസ് നമ്മൾ റെഡിയാക്കട്ടെ. അങ്ങനെ മൂന്നാമത്തത് ഒരു വാളയും വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 തിലാപ്പിയും ഒരു വാളയാണ് ഫസ്റ്റ് സെറ്റിൽ നമ്മൾ ചെയ്യുന്നത്. എന്താ അവിടെ തീ നല്ലോണം ചൂടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3ഉം പൊതിഞ്ഞ് നേരെ നമ്മുടെ ഗ്രില്ലുമ്മ വെക്കാം. നമ്മുടെ 3 പീസ് അൽഫാം പോണ ഗ്രില്ലാണ്. അതിലാണ് നമ്മൾ ഫസ്റ്റത്തെ 3 പീസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫോയിൽ പേപ്പർ നല്ലോണം ചുറ്റിയെടുത്തിട്ടുണ്ട്. തീ ഇതാ നല്ലോണം ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ അടുപ്പത്തോട്ട് കയറ്റാം. ഓക്കെ, ഇതുപോലെ അങ്ങോട്ട് വെച്ചെടുക്കാം. നല്ല കത്തട്ടെ. നല്ല കത്തി ഒരു ഭാഗം ഏകദേശം വെന്തതിന് ശേഷം നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം. അങ്ങനെ 2 ഭാഗം നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം. ശേഷം നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാകും നോക്കാം. ഇതപ്പോൾ ഒരു ഭാഗം ഏകദേശം വെന്തിട്ടുണ്ട്. ഇതാ മറിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഭാഗം നല്ലോണം അങ്ങോട്ട് കത്തട്ടെ. നല്ലോണം കത്തിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി തിരിച്ചും മറിച്ചും വെച്ചെടുത്ത് വേവിച്ചതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇങ്ങനെ വെക്കുമ്പോൾ കരിഞ്ഞു പോകുമെന്ന് ചിലവർക്കൊരു ഡൗട്ടുണ്ട്. ഒരിക്കലും കരിഞ്ഞു പോവില്ല. അതിനാണ് നമ്മൾ വാഴൻ്റെലിൽ നമ്മൾ ചുറ്റി ഒപ്പം ഒരു കരിവേപ്പിലയും വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാ ഫസ്റ്റ് സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്. ഓക്കെ, ഒന്ന് നമുക്ക് എന്താണ് ഇതിൻ്റെ ഉള്ളത്തെ അവസ്ഥ എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അതാണ് ചൂടൊന്നും നോക്കണില്ല. നമ്മൾ ഒന്ന് തുറന്ന് നോക്കട്ടെ. ഇത് ടേസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ അടുത്ത സെറ്റ് തീ വെറുതെ കത്തി പോകണം. അപ്പോൾ അടുത്ത സെറ്റും കിടന്ന് വേട്ടെ. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് നോക്കാം. ഓക്കെ, ഒരു വാഴയുടെ ഇലയിൽ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ തുറന്ന് കൊണ്ടുവരാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ എന്താണ് സ്മെല്ല് അടിച്ച് കയറുന്നുണ്ട്. പ്രേക്ഷകർക്ക് തിന്ന് കാണിച്ചു കൊടുക്കണ്ടീ. ക്യാമറാമാൻ്റെ കജ്ജ ആദ്യം പോയിക്കോട്ടല്ലേ. മീൻ പൊള്ളിച്ചത് ഭയങ്കര ചൂടാണ്. അപ്പം നമ്മളെ തീ ആളിച്ച ഗ്രിൽ ഫിഷ് ടേസ്റ്റ് നോക്കാം. അതെ, 2 സവോളൊക്കെ നല്ല റൗണ്ടിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൂടെ വെച്ച് കൊടുക്കാം. വേറെ ലെവൽ സാധനം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മീനുമുള്ള പണിയാണ് എല്ലാവരും കൂടെയും. ഓക്കെ, ഇക്കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.